ഹലോ എവരിവൺ, തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ടു കൺസ്ട്രക്റ്റ് പ്രൂഫ് വി നീഡ് ഓൾ അവൈലബിൾ ആർഗ്യുമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് നോളജ് ഓഫ് ഡിഫറെൻറ്റ് പ്രൂഫ് മെത്തേഡ്സ്. നമുക്ക് ഒരു തിയറം തന്നിട്ട് അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തിയറത്തിനെക്കുറിച്ചുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആർഗ്യുമെൻറ്റ്സും അറിയണം. അതോടൊപ്പം തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൂവിങ് മെത്തേഡ്സ്, പ്രൂഫ് ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒരു തിയറം പ്രൂവ് ചെയ്യാനായിട്ട് തന്നെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ്സും കൂടെ അറിയാൻ പറ്റിയാലേ നമുക്കൊരു തിയറം പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദീസ് മെത്തേഡ്സ് പ്രൊവൈഡ് ദ ഓവറോൾ അപ്രോച്ച് ആൻഡ് സ്ട്രാറ്റജി ഓഫ് പ്രൂഫ്സ്. Understanding these methods is a key component of learning how to read and construct mathematical proof. ഈ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു തിയറം പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓവറോൾ അപ്രോച്ച് നമുക്ക് ഈ മെത്തേഡ്സ് അറിയാമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ്സ് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്വയം ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് എഴുതാനോ അല്ലെങ്കിൽ ഒരു പ്രൂഫ് എങ്ങനെ വന്നു എന്ന് പഠിക്കാനോ ഒക്കെ പറ്റുള്ളൂ. We have choose a proof method. We use axioms, definition of terms, previously proved results and rule of inferences to complete the proof. നമുക്കൊരു തിയറം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മെത്തേഡ്സ് നമുക്കറിയാമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു മെത്തേഡ് സെലക്ട് ചെയ്യും. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആക്സിയംസും ഡെഫിനിഷൻസും പ്രീവിയസ്ലി പ്രൂവ്ഡ് ആയിട്ടുള്ള റിസൾട്ട്സും എല്ലാമാണ് നമുക്ക് പിന്നീട് ആ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്. ബിക്കോസ് മെനി തിയറംസ് ആർ ഇംപ്ലിക്കേഷൻ, ദ ടെക്നിക്സ് ഫോർ പ്രൂവിങ് ഇംപ്ലിക്കേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ തിയറംസ് എല്ലാം തന്നെ നമുക്ക് ഇംപ്ലിക്കേഷൻ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ തിയറംസ് ഇംപ്ലിക്കേഷൻ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇംപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീകോൾ ദാറ്റ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ട്രൂ അൺലെസ് പി ഈസ് ട്രൂ ബട്ട് ക്യൂ ഈസ് ഫോൾസ്. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള നമ്മുടെ ഈ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഈ ഇംപ്ലിക്കേഷൻ ഫോൾസ് ആവുന്നത് എപ്പോഴാണ് ഫോൾസ് ആവുന്നത്? പി ട്രൂവും ക്യൂ ഫോൾസും ആണെങ്കിൽ മാത്രം, അതായത് ടി ഇംപ്ലൈസ് എഫ് എന്നുള്ള ആ ഫോമിൽ വരുമ്പോൾ മാത്രമേ ഈ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള ഇംപ്ലിക്കേഷൻ ഫോൾസ് ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും, ബാക്കി കേസ് 3 കേസാണ് ബാക്കിയുള്ളത്, ആ 3 കേസിലും ഈ ഇംപ്ലിക്കേഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ പി ട്രൂവും ക്യൂ ഫോൾസും ആയാൽ മാത്രമേ ഈ ഇംപ്ലിക്കേഷൻ ഫോൾസ് ആവുള്ളൂ. ടു പ്രൂവ് ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ വി നീഡ് ഓൺലി ഷോ ദാറ്റ് ക്യൂ ഈസ് ട്രൂ ഇഫ് പി ഈസ് ട്രൂ. നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടും പി ട്രൂ ആകുമ്പോൾ ക്യൂ ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. നൗ വി ആർ ഗോയിങ് ടു സീ ദ മോസ്റ്റ് കോമൺ ടെക്നിക്സ് ഫോർ പ്രൂവിങ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്കൊരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മോഡലിലുള്ള ഒരു തിയറം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ടെക്നിക്സ് നമുക്കിപ്പോൾ കാണാം. ഒന്നാമത്തേതാണ് ഡയറക്റ്റ് പ്രൂഫ്. എ ഡയറക്റ്റ് പ്രൂഫ് ഓഫ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് കൺസ്ട്രക്റ്റഡ് വെൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അസംഷൻ ദാറ്റ് പി ഈസ് ട്രൂ. നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഡയറക്റ്റ് പ്രൂഫ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പി ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. പി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംപ്ലിക്കേഷനിൽ ഹൈപ്പോത്തീസിസ്, അപ്പോൾ ഹൈപ്പോത്തീസിസ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സബ്സിക്വൻറ്റ് സ്റ്റെപ്സ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് റൂൾ ഓഫ് ഇൻഫറൻസസ് വിത്ത് ഫൈനൽ സ്റ്റെപ്പ് ഷോയിങ് ദാറ്റ് ക്യൂ മസ്റ്റ് ഓൾസോ ബി ട്രൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൈപ്പോത്തീസിസ് അല്ലെങ്കിൽ നമ്മുടെ പ്രിമിസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഡയറക്റ്റ് പ്രൂഫിൽ നമ്മൾ നമ്മുടെ പ്രിമിസ് അല്ലെങ്കിൽ ഹൈപ്പോത്തീസിസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൂൾ ഓഫ് ഇൻഫറൻസസും പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡെഫിനിഷൻസും എല്ലാം വെച്ചിട്ട് ക്യൂ ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ ഫൈനലി ഇതെല്ലാം ഉപയോഗിച്ച് ഫൈനലി നമുക്ക് ക്യൂ ട്രൂ ആയിരിക്കും എന്ന് കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് ഉപയോഗിച്ചിട്ട് പി ഇംപ്ലൈസ് ക്യൂ പ്രൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എ ഡയറക്റ്റ് പ്രൂഫ് ഷോസ് ദാറ്റ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ ഇസ് ട്രൂ by showing that if P is true, then Q must also be true, so that the combination P true and Q false never occurs. നമ്മൾ ഓൾറെഡി കണ്ടു P implies Q false ആവുന്നത് P ട്രൂവും Q ഫോൾസും ആവുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രൂഫിൽ ചെയ്യുന്നത് നമ്മൾ
പി ട്രൂ ആണെങ്കിൽ ക്യൂവും ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പി ട്രൂവും ക്യൂ ഫാൾസും എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്താൽ നമ്മുടെ ഇംപ്ലിക്കേഷൻ ട്രൂ ആയിരിക്കും എന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇൻ എ ഡയറക്റ്റ് പ്രൂഫ് വി അസ്യൂം ദാറ്റ് പി ഈസ് ട്രൂ ആൻഡ് യൂസ് ആക്സിയംസ്, ഡെഫിനിഷൻസ് ആൻഡ് പ്രീവിയസ്ലി പ്രൂവൺ തിയറംസ് together with rule of inferences to show that Q must also be true. നമ്മൾ പി ട്രൂ ആണെന്ന് എടുത്തിട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് നമ്മൾ ക്യൂവും ട്രൂ ആണെന്ന് എത്തുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ഗിവ് എ ഡയറക്റ്റ് പ്രൂഫ് ഓഫ് ദ തിയറം ഇഫ് n ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ ദെൻ n സ്ക്വയർ ഈസ് ഓഡ്. നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് n ഓഡാണെങ്കിൽ n സ്ക്വയർ ഓഡായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളോട് ഇത് ഡയറക്റ്റ് പ്രൂഫ് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിൻ്റെ ഹൈപ്പോത്തീസിസ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ അതാ പറയുന്നത് അസ്യൂം ദാറ്റ് ദ ഹൈപ്പോത്തീസിസ് ഓഫ് ദിസ് ഇംപ്ലിക്കേഷൻ ഈസ് ട്രൂ. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോത്തീസിസ് ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് n ഒരു ഓഡ് ഇൻറ്റീജർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ n ഒരു ഓഡ് ഇൻറ്റീജർ ആണെന്ന് അറിയാം. ആ ഒരു ഹൈപ്പോത്തീസിസും അത് വെച്ചിട്ട് നമുക്കറിയാവുന്ന ബാക്കി റിസൾട്ട്സും ഉപയോഗിച്ചിട്ട് നമുക്ക് n സ്ക്വയർ ഓഡാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ n ഓഡ് ഇൻറ്റീജർ ആയതുകൊണ്ട് നമുക്ക് റിസൾട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ഓഡ് ഇൻറ്റീജറിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് അറിയാം n ഈസ് ഈക്വൽ ടു 2k+1 എന്നുള്ള ഫോമിലായിരിക്കും എല്ലാ ഓഡ് ഇൻറ്റീജേഴ്സും കിടക്കുന്നത്. അപ്പം നമുക്ക് n ഈസ് ഈക്വൽ ടു 2k+1 എന്ന് എടുക്കാം. അപ്പം നമുക്കിനി കാണിക്കേണ്ടത് n സ്ക്വയർ ഓഡാണെന്നാണ് കാണിക്കേണ്ടത്. അപ്പം നമുക്ക് n സ്ക്വയറിൻ്റെ അകത്ത് ഈ 2k+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2k+1 ദ ഹോൾ സ്ക്വയറിന് കിട്ടും. അത് 4k² + 4k+1, അതായത് 2 × k² 2k² + 2k+1 ഈ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് കിടക്കുന്നത്? 2 × സം ഇൻറ്റീജർ +1 എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ n സ്ക്വയറും ഓഡാണെന്ന് നമുക്ക് അതിൽ നിന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എന്താണ്, നമ്മൾ പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു, ക്യൂവും ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് പ്രൂഫാണ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ. The conditional statement P implies Q is equivalent to its contrapositive negation Q implies negation P. So the conditional statement P implies Q can be proved by showing that its contrapositive negation Q implies negation P is true. നമ്മൾ ഓൾറെഡി കണ്ടതാണ് പി ഇംപ്ലൈസ് ക്യൂവും നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പിയും ഈക്വലൻ്റ് ആണ് എന്നുള്ളത് കണ്ടതാണ്. അതായത് അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതി കഴിയുമ്പോഴത്തേക്കും അത് രണ്ടെണ്ണവും ഐഡൻറ്റിക്കൽ ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടും നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ പ്രൂഫ് മെത്തേഡിനെയാണ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അതായത് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പം in a proof by contraposition of P implies Q, we take negation Q as a premise and using axioms, definitions and previously proven theorems together with the rule of inferences we show that negation P must follow. അപ്പം ഒരു കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ നമ്മൾ നെഗേഷൻ ക്യൂ ആണ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹൈപ്പോത്തീസിസ് ആയിട്ട് നമ്മൾ നെഗേഷൻ ക്യൂ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ നെഗേഷൻ പി ട്രൂ ആണെന്ന് കണ്ടുപിടിക്കണം, നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ട്രൂ ആണെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണെന്ന് കിട്ടും. This method is an example of indirect proof that does not start with the premise and end with the conclusion. നമ്മളൊരു ഡയറക്റ്റ് പ്രൂഫാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രിമിസസിൽ തുടങ്ങും, കൺക്ലൂഷനിൽ അവസാനിക്കും. നമ്മൾ ഓൾറെഡി കണ്ടു ഡയറക്റ്റ് പ്രൂഫിൻ്റെ ഫോം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ തന്നിരിക്കുന്ന ഹൈപ്പോത്തീസിസിലല്ല നമ്മളിവിടെ പ്രൂഫ് തുടങ്ങുന്നത്, നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഇവിടെ പ്രൂഫ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ പ്രൂവിങ് മെത്തേഡ്, അതായത് കോൺട്രാപോസിറ്റീവ് മെത്തേഡ്, ഒരു ഇൻഡയറക്റ്റ് പ്രൂഫ് മെത്തേഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. പ്രൂവ് ദാറ്റ് ഇഫ് n ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് 2n+2 ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3n+2 ഓഡാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n ഓഡാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോർ പ്രൂവിങ് ദിസ് റിസൾട്ട് യൂസിങ് ദ മെത്തേഡ് ഓഫ് കോൺട്രാപൊസിഷൻ, ഫസ്റ്റ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് 3n+2 ഈസ് ഓഡ് ദെൻ n is odd is false.
എന്താ പറയുന്നത്, നമുക്കിപ്പോൾ ഉള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇഫ് 3n+2 ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ് എന്നുള്ള അതാണ്. അപ്പോൾ നമുക്കിവിടെ P ഇംപ്ലൈസ് Q എന്നുള്ള ഫോമിൽ തരുമ്പോൾ P എന്ന് പറയുന്നത് 3n+2 ഈസ് ഓഡ് എന്നുള്ളതും Q എന്ന് പറയുന്നത് n ഈസ് ഓഡ് എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യേണ്ടത് നെഗേഷൻ Q ആണ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യേണ്ടത്. ഇവിടുത്തെ നെഗേഷൻ Q എന്താണ് വരുന്നത്, Q എന്ന് പറയുന്നത് n ഈസ് ഓഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് നെഗേഷൻ Q എന്ന് പറയുന്നത് n ഈസ് ഈവൻ എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് n ഈവൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്കറിയാവുന്ന റിസൾട്ട് വെച്ചിട്ട് 3n+2 ഈവൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് വഴി നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമ്മൾ n ഈവൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ n ഈവൻ ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 2k എന്നുള്ള ഫോമിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് 3n+2ഉം ഈവൻ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 3n+2 കണ്ടുപിടിക്കുന്നു. 3n+2ൻ്റെ അകത്ത് n-ൻ്റെ അവിടെ നമ്മൾ ഈ 2k ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 × 3k+1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും, 3n+2 ഈസ് ഈക്വൽ ടു 2 × 3k+1 എന്ന് കിട്ടി. അതായത് 3n+2 എന്ന് പറയുന്നതും ഒരു ഈവൻ ഇൻറ്റീജർ ആണ് എന്നാണ് പറയുന്നത്. അതാ പറയുന്നത് ദിസ് ടെൽസ് അസ് ദാറ്റ് 3n+2 ഈസ് ഈവൻ ആൻഡ് ദെയർഫോർ നോട്ട് ഓഡ്. അപ്പം നമുക്ക് നെഗേഷൻ Q എടുത്ത് നമ്മൾ തുടങ്ങി, നമുക്കിപ്പോൾ നെഗേഷൻ P ട്രൂ ആണെന്നുള്ളതിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. This is the negation of the premise of the theorem. Because the negation of the conclusion of the conditional statements implies the hypothesis is false, the original conditional statement is true. എന്താ പറയുന്നത്, നെഗേഷൻ Q implies നെഗേഷൻ P എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് P implies Qവും ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കോൺട്രാപോസിറ്റീവ് മെത്തേഡ് വഴി പറഞ്ഞത്. അവർ പ്രൂഫ് ബൈ കോൺട്രാപോസിഷൻ സക്സീഡ്. വി ഹാവ് പ്രൂവ്ഡ് ദ തിയറം ഇഫ് 3n+2 ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ്. നമ്മളിങ്ങനെയാണ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തിയറം പ്രൂവ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ കൺക്ലൂഷൻ്റെ നെഗേഷൻ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നെഗേഷൻ Pയും ട്രൂ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കോൺട്രാപോസിഷൻ വെച്ചിട്ട് ഒരു പ്രൂഫായി. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു എക്സസൈസും കൂടിയുണ്ട്. പ്രൂവ് ദാറ്റ് ഇഫ് n ഈസ് ഈക്വൽ ടു AB വേർ A ആൻഡ് B ആർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ദെൻ A ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √n ഓർ B ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു √n. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ കോൺട്രാപോസിഷൻ മെത്തേഡ് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യുക. അടുത്ത പ്രൂഫാണ് വാക്വസ് പ്രൂഫ്. സപ്പോസ് ദാറ്റ് ദ ഹൈപ്പോത്തീസിസ് P ഓഫ് ആൻ ഇംപ്ലിക്കേഷൻ P ഇംപ്ലൈസ് Q ഈസ് ഫോൾസ്. എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് P ഇംപ്ലൈസ് Q എന്നുള്ളൊരു ഇംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈപ്പോത്തീസിസ് ഫോൾസ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. ദെൻ ദ ഇംപ്ലിക്കേഷൻ P ഇംപ്ലൈസ് Q ഈസ് ട്രൂ because the statement has the form false implies true or false implies false, hence is true. നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇംപ്ലിക്കേഷൻ ഫോൾസ് ആവുന്നത് P ഇംപ്ലൈസ് Q എന്നുള്ള ഇംപ്ലിക്കേഷൻ ഫോൾസ് ആവുന്ന ഒരേ ഒരു കണ്ടീഷനിലാണ് P ട്രൂവും Q ഫോൾസും വരുന്ന ആ ഒരു കണ്ടീഷനിൽ മാത്രമാണ് P ഇംപ്ലൈസ് Q ഫോൾസ് ആവുന്നത്. അപ്പം നമുക്കിവിടെ P ഫോൾസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കണ്ടീഷൻസാണ് വരാവുന്നത്. ഒന്ന് ഫോൾസ് ഇംപ്ലൈസ് ട്രൂ വരാം, അല്ലെങ്കിൽ ഫോൾസ് ഇംപ്ലൈസ് ഫോൾസ് വരാം. ഈ രണ്ടെണ്ണം ഇംപ്ലിക്കേഷൻ്റെ കേസിൽ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താ, ഇംപ്ലിക്കേഷൻ്റെ കേസിൽ ഫോൾസ് ആയിട്ടുള്ളത് ഒരേ ഒരെണ്ണമാണ് T ഇംപ്ലൈസ് F എന്നുള്ളത് മാത്രമാണ് ഫോൾസ്. ഇവിടെ നമുക്ക് P ഫോൾസ് ആണ് എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും T ഇംപ്ലൈസ് F എന്നുള്ള ഫോമിൽ കിട്ടില്ല. അപ്പം നമ്മൾ P ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം P ഫോൾസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് P ഇംപ്ലൈസ് Q എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും എന്ന് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വാക്വസ് പ്രൂഫ് വഴി പറയാൻ പറ്റും. അപ്പോൾ അതാ പറയുന്നത്, കോൺസിക്വൻ്റ്ലി ഇഫ് വി ക്യാൻ ഷോ ദാറ്റ് P ഈസ് ഫോൾസ് ദെൻ വി ഹാവ് എ പ്രൂഫ് കോൾഡ് എ വാക്വസ് പ്രൂഫ്. അപ്പോൾ നമ്മൾ P ഇംപ്ലൈസ് Q എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ P ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്താലും മതി എന്നാണ് പറയുന്നത്. വാക്വസ് പ്രൂഫിൽ നമ്മൾ P ഫോൾസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. വാക്വസ് പ്രൂഫ് ആർ ഓഫൺ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് സ്പെഷ്യൽ കേസസ് ഓഫ് തിയറംസ് ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അതായത് ഫോർ ഓൾ ആൻഡ് Pn എന്നുള്ള ആ ഫോമിലുള്ള തിയറംസ് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ സാധാരണഗതിയിൽ വാക്വസ് പ്രൂഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് ദ പ്രൊപ്പോസിഷൻ P(0) ഈസ് ട്രൂ വെൻ P of n ഈസ് ഇഫ് n ഗ്രേറ്റർ ദാൻ 1 ദെൻ n² ഗ്രേറ്റർ ദാൻ n ആൻഡ് ദ ഡൊമെയിൻ കൺസിസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. നമുക്ക് P of n തന്നിട്ടുണ്ട്. എന്താണ് P of n? ഇഫ് n ഗ്രേറ്റർ ദാൻ 1 ദെൻ n² ഈസ് ഗ്രേറ്റർ ദാൻ n എന്നുള്ളതാണ് നമ്മുടെ P of n. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് P(0) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ P(0) എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 0 ഈസ് ഗ്രേറ്റർ ദാൻ 1 ദെൻ
സീറോ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? ഇഫ് സീറോ ഈസ് ഗ്രേറ്റർ ദാൻ 1 ദെൻ സീറോ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ. ഇവിടുത്തെ ഹൈപ്പോത്തീസിസ് എന്താണ്? സീറോ ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അത് തന്നെ തെറ്റാണല്ലേ? സീറോ ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഹൈപ്പോത്തീസിസ് തന്നെ തെറ്റാണ്. അപ്പോൾ നമുക്ക് വാക്വസ് പ്രൂഫ് വഴി ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് പറയാൻ പറ്റും. ഹൈപ്പോത്തീസിസ് ഫോൾസ് ആണെങ്കിൽ നമ്മുടെ ഇംപ്ലിക്കേഷൻ ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു റിമാർക്കുണ്ട്. The fact that the conclusion of this conditional statement is false is irrelevant to the truth value of the conditional statement because the conditional statements with a false hypothesis is guaranteed to be true. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ കൺക്ലൂഷൻ്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണ്. സീറോ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ളത് ഫോൾസ് ആണ്. അത് നമ്മളുടെ ഈ ഒരു പ്രൂഫിംഗ് മെത്തേഡിനെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. കാരണം എന്താ? പി പ്ലസ് ക്യൂ ഫോൾസ് ആണ്. പി പ്ലസ് ക്യൂയിൽ പി ഫോൾസ് ആണെങ്കിൽ ആ പി പ്ലസ് ക്യൂ എന്നുള്ളത് എപ്പോഴും ട്രൂ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ വേറെ കൺക്ലൂഷൻ്റെ ട്രൂത്ത് ടേബിൾ ഫോൾസ് ആണ് എന്നുള്ളത് ഇവിടെ മാറ്റർ ആവുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്രൂഫിംഗ് മെത്തേഡ് നോക്കാം. അതാണ് ട്രിവിയൽ പ്രൂഫ്. സപ്പോസ് ദാറ്റ് ദ കൺക്ലൂഷൻ ക്യൂ ഓഫ് ആൻ ഇംപ്ലിക്കേഷൻ പി പ്ലസ് ക്യൂ ഈസ് ട്രൂ. Then the statement is of the form T implies T or F implies T. നമ്മളിപ്പോൾ വാക്വസ് പ്രൂഫ് കണ്ടു. അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് ട്രിവിയൽ പ്രൂഫ്. നമ്മൾ വാക്വസ് പ്രൂഫിൽ പി ഫോൾസ് ആണെന്ന് കാണിക്കാൻ പറ്റിയാൽ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ് എന്നാണ് പറയാൻ പറ്റിയത്. ഇവിടെ നമ്മുടെ കൺക്ലൂഷൻ ക്യൂ എപ്പോഴും ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ക്യൂ ട്രൂ ആണെങ്കിൽ ടി ഇംപ്ലൈസ് ടി അല്ലെങ്കിൽ എഫ് ഇംപ്ലൈസ് ടി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. ടി ഇംപ്ലൈസ് ടിയും എഫ് ഇംപ്ലൈസ് ടിയും ഇംപ്ലിക്കേഷൻ്റെ കേസിൽ ട്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യൂ ട്രൂ ആണ് എന്ന്, കൺക്ലൂഷൻ ട്രൂ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് പി ആൻഡ് ബി if a and b are positive integers with a greater than or equal to b, then a raised to n is greater than or equal to b raised to n, where the domain consists of all non-negative integers, show that p of 0 is true. നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പി ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് if a and b are positive integers with a greater than b, then a raised to n is greater than or equal to b raised to n. എ ബിനേക്കാളും വലുതാണെങ്കിൽ എ റേസ് ടു എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു എൻ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പി ഓഫ് സീറോ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് സീറോ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രൊപ്പോസിഷൻ പി ഓഫ് സീറോ ഈസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ദെൻ എ റേസ് ടു സീറോ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു സീറോ. ഇതാണ് നമ്മളുടെ അടുത്ത് പ്രൂവ് ചെയ്യാനായിട്ടും പറഞ്ഞിരിക്കുന്നത്. എ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ബി ആണെങ്കിൽ എ റേസ് ടു സീറോ ഈസ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ബി റേസ് ടു സീറോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ നോക്കാം. നമ്മൾ ട്രിവിയൽ പ്രൂഫ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കൺക്ലൂഷൻ എടുക്കുന്നു. കൺക്ലൂഷൻ്റെ അകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ എ റേസ് ടു സീറോ എന്ന് പറയുന്നതും 1 ആണ്, ബി റേസ് ടു സീറോ എന്ന് പറയുന്നതും 1 ആണ്. അപ്പോൾ എ റേസ് ടു സീറോ ഈസ് ഈക്വൽ ടു ബി റേസ് ടു സീറോ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പി ഓഫ് സീറോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലെ കൺക്ലൂഷൻ എപ്പോഴും ട്രൂ ആണ്. കൺക്ലൂഷൻ എപ്പോഴും ട്രൂ ആയതുകൊണ്ട് നമുക്ക് ട്രിവിയൽ പ്രൂഫ് വഴി ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോസിഷൻ ട്രൂ ആണ് എന്ന് പറയാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഹൈപ്പോത്തിസിസിൻ്റെ ട്രൂത്ത് വാല്യൂ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ വാക്വസ് പ്രൂഫ് ചെയ്യാൻ നേരത്ത് നമുക്ക് കൺക്ലൂഷൻ്റെ ട്രൂത്ത് വാല്യൂ ആവശ്യം വരുന്നില്ല. അതുപോലെ ട്രിവിയൽ പ്രൂഫ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പോത്തിസിസിൻ്റെ ട്രൂത്ത് വാല്യൂ ആവശ്യം വരുന്നില്ല. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡ്, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. സപ്പോസ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് പി ഈസ് ട്രൂ. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് പി, ആ പി ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Furthermore, suppose that we can find a contradiction Q such that negation P implies Q is true. That is, negation P implies F is true. അപ്പോൾ നമുക്ക് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് നമ്മൾ ക്യൂവിന് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ക്യൂ എന്നുള്ളൊരു കോൺട്രഡിക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുവാണ്. സച്ച് ദാറ്റ് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ഈസ് ട്രൂ. നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി എന്ന് വിചാരിക്കുക. നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ഒരു കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് അത് എപ്പോഴും ഫോൾസ് ആയിരിക്കും. അപ്പോൾ നെഗേഷൻ പി ഇംപ്ലൈസ് എഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ട്രൂ ആവണമെങ്കിൽ എന്താണ് വരേണ്ടത്? ഇവിടെ നെഗേഷൻ പി ട്രൂ ആണെങ്കിൽ
ടി ഇംപ്ലൈസ് എഫ് എന്നുള്ള ഫോമിൽ വരും. അപ്പം നമ്മുടേത് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ഫോൾസ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് വരണമെങ്കിൽ നെഗേഷൻ പി ഫോൾസ് ആയേ പറ്റുള്ളൂ. നെഗേഷൻ പി ഫോൾസ് അല്ലാത്ത ഒരു കേസിലും നമുക്ക് ഈ തന്നിരിക്കുന്ന നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് വരത്തില്ല. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നെഗേഷൻ പി ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പം നെഗേഷൻ പി ഫോൾസ് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പി ട്രൂ ആണെന്ന് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പറയാൻ പറ്റും. അപ്പം അതാണ് നമ്മുടെ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സപ്പോസ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് പി ഈസ് ട്രൂ. ഫർദർമോർ സപ്പോസ് വി ക്യാൻ find a contradiction Q such that negation P implies Q is true. That is, negation P implies false is true. Because Q is false but negation P implies Q is true, we can conclude that negation P is false, which mean that P is true. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. This technique can be used when a contradiction such as R and negation R can be found so that it is possible to show that the implication negation P implies R and R dash is true and hence we can prove that P is true. നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് നമുക്കൊരു കോൺട്രഡിക്ഷൻ R ആൻഡ് R ഡാഷ് എന്നുള്ള ഫോമിലുള്ളൊരു കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കോൺട്രഡിക്ഷൻ മെത്തേഡിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് നെഗേഷൻ പി ഇംപ്ലൈസ് R ആൻഡ് നെഗേഷൻ R ഡാഷ് എന്ന് കിട്ടും. അപ്പം നമുക്ക് R ആൻഡ് നെഗേഷൻ ആർ എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷനാണ്. അപ്പം നെഗേഷൻ പി ഇംപ്ലൈസ് R ആൻഡ് നെഗേഷൻ ആർ എന്നുള്ളത് ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് നെഗേഷൻ പി ട്രൂ ആണെന്ന് R ആൻഡ് നെഗേഷൻ ആർ എപ്പോഴും ഫോൾസ് ആണ്. അപ്പം നമുക്ക് നെഗേഷൻ പി ഇംപ്ലൈസ് R ആൻഡ് നെഗേഷൻ ആർ എന്നുള്ളത് ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നെഗേഷൻ പി എപ്പോഴും ഫോൾസ് ആയിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പം നെഗേഷൻ പി ഫോൾസ് ആയതുകൊണ്ട് പി ട്രൂ ആയിരിക്കും. പ്രൂഫ്സ് ഓഫ് ദിസ് ടൈപ്പ് ആർ called proof by contradiction. Because of a proof by contradiction does not prove a result directly, it is another type of indirect proof. നമ്മൾ ഇവിടെ നമ്മുടെ ഹൈപ്പോത്തീസിസ് എടുത്തിട്ടല്ല തുടങ്ങുന്നത്, അതുകൊണ്ട് ഇവിടെ ഇതൊരു ഇൻഡയറക്റ്റ് പ്രൂഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രൂവ് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ ബൈ ഗിവിങ് എ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഒരു കോൺട്രഡിക്ഷൻ പ്രൂഫ് കൊടുത്തുകൊണ്ട് റൂട്ട് 2 ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് പി ബി ദ പ്രൊപ്പോസിഷൻ റൂട്ട് 2 ഈസ് ഇറാഷണൽ. അപ്പോൾ നമ്മൾ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റൂട്ട് 2 ഈസ് ഇറാഷണൽ എന്നെടുക്കുന്നു. അപ്പോൾ നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് നെഗേഷൻ പി ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ നെഗേഷൻ പി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നെഗേഷൻ പി എന്ന് പറയുന്നത് റൂട്ട് 2 ഈസ് റാഷണൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റൂട്ട് 2 ഈസ് റാഷണൽ എന്നുള്ളത് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചേരും. റൂട്ട് 2 റാഷണൽ ആണെങ്കിൽ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് അവിടെ 2 ഇൻറ്റീജേഴ്സ് ഉണ്ടാവണം, എ ആൻഡ് ബി, സച്ച് ദാറ്റ് റൂട്ട് 2 ഈസ് ഈക്വൽ ടു എ ബൈ ബി വെർ ബി നോട്ട് ഈക്വൽ ടു 0. എ ബൈ ബി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഹൈപ്പോത്തീസിസ് വെച്ചിട്ട് റൂട്ട് 2 റാഷണൽ ആണെന്ന് എടുത്തു. അപ്പം നമുക്ക് അത് വെച്ചിട്ട് റൂട്ട് 2 ഈസ് ഈക്വൽ ടു എ ബൈ ബി വെർ ബി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. ഇതാണ് റാഷണൽ നമ്പർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബി നോട്ട് ഈക്വൽ ടു 0 ആണ്, എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരെണ്ണമാണെന്ന് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ്റെ 2 സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 2 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് കിട്ടും. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b സ്ക്വയർ എന്ന് കിട്ടും. അപ്പം എ സ്ക്വയർ ഈക്വൽ ടു 2b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഈവൻ ആണർത്ഥം. എ സ്ക്വയർ ഈവൻ ആണെങ്കിൽ എയും ഈവൻ ആയിരിക്കും. അപ്പം നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റി എ ഈവൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ ഈസ് ഈവൻ ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു 2c ഫോർ സം ഇൻറ്റീജർ c. അത് നമ്മുടെ ഈവൻ ഇൻറ്റീജേഴ്സിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്കിവിടെ അറിയാം 2b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇപ്പം നമുക്കിവിടെ എ ഈസ് ഈക്വൽ ടു 2c എന്നും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഈ ക്വസ്റ്റൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു 4c സ്ക്വയർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ? 2b സ്ക്വയർ ഈക്വൽ ടു 4c സ്ക്വയർ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2c സ്ക്വയർ എന്ന് കിട്ടി. അപ്പം നമുക്ക് ബി ഈവൻ ആണെന്ന്, ബി സ്ക്വയർ ഈവൻ ആണെന്ന് കിട്ടി. ബി സ്ക്വയർ ഈവൻ ആണെങ്കിൽ ബിയും ഈവൻ ആയിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് റൂട്ട് റാഷണൽ ആണെന്ന് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് റൂട്ട് ഈക്വൽ ടു എ ബൈ ബി എന്ന് എഴുതാൻ പറ്റണമായിരുന്നു. സച്ച് ദാറ്റ് എയ്ക്കും ബിക്കും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഉണ്ടായിപ്പോയി. ഏതാണ് ആ കോമൺ ഫാക്ടർ? നമ്മളിവിടെ എയും ബിയും ഈവൻ നമ്പേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ എപ്പോഴും ഉണ്ടാവും. അപ്പം നമുക്ക്
Hence A and B have common factors too, which is a contradiction. Since we have shown that negation P implies both R and R dash, where R is a statement that A and B are integers with no common factors, negation P is false and P is true. Hence root 2 is irrational is true. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? നമ്മളിവിടെ R ആയിട്ട് എടുത്തിരിക്കുന്നത് എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആറും ആർ ഡാഷും ട്രൂ ആണെന്ന് നമ്മൾ ഇവിടുന്ന് കിട്ടി. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് നെഗേഷൻ പി ഫോൾസ് ആയിരിക്കും. നെഗേഷൻ പി ഫോൾസ് ആകുമ്പോൾ പി ട്രൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് റൂട്ട് 2 ഇറാഷണൽ ആയിരിക്കും. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൂവ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തത്. നമുക്കപ്പം ഈ കോൺട്രഡിക്ഷൻ വഴി കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ സച്ച് പ്രൂഫ് വി ഫസ്റ്റ് അസ്യൂം ദ നെഗേഷൻ ഓഫ് ദ കൺക്ലൂഷൻ. നമ്മൾ അങ്ങനെയുള്ള പ്രൂഫിൽ ആദ്യമേ കൺക്ലൂഷൻ്റെ നെഗേഷൻ നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. We then use the premises of the theorem and the negation of the conclusion to arrive at a contradiction. നമ്മളപ്പോൾ കൺക്ലൂഷൻ്റെ നെഗേഷൻ എടുത്തിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരും. By contraposition, we know that P implies Q is equivalent to negation Q implies negation P. For this, we suppose that both P and negation Q are true. നമ്മളിവിടെ Pയും negation Qയും true ആണെന്ന് assume ചെയ്യും. Then we use the steps from the proof of negation Q implies negation P to show that negation P is true. നമ്മൾ Pയും negation Qയും true ആണെന്ന് assume ചെയ്തിട്ട് negation Pയും true ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് പിയും നെഗേഷൻ പിയും ട്രൂ ആണെന്നുള്ളൊരു കോൺട്രഡിക്ഷൻ. പിയും നെഗേഷൻ പിയും ഒരിക്കലും ട്രൂ ആവത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം ട്രൂവേ ആവുള്ളൂ, മറ്റേത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് പിയും നെഗേഷൻ പിയും ട്രൂ ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു കോൺട്രഡിക്ഷനും കിട്ടും. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. Give a proof by contradiction of the theorem. If 3n plus 2 is odd, then n is odd. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിതിന് ഇപ്പോൾ കോൺട്രഡിക്ഷൻ വഴിയുള്ള ഒരു പ്രൂഫാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്ക് കോൺട്രഡിക്ഷൻ വഴി പ്രൂഫ് കിട്ടാനായിട്ട് നമ്മളിവിടെ പി ആയിട്ട് 3n plus 2 is odd എന്നും ക്യൂ ആയിട്ട് n is odd എന്നും എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡ് വഴി ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ പിയും നെഗേഷൻ ക്യൂവും ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. പി എന്ന് പറയുന്നത് 3n plus 2 ഓഡ് ആണെന്നുള്ളതും ക്യൂ എന്ന് പറയുന്നത് n is odd എന്നുള്ളത്. അപ്പോൾ നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ n is even. അപ്പോൾ നമുക്കിപ്പോൾ കയ്യിലുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് 3n plus 2 ഓഡാണ്, n ഈവൻ ആണ്. ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. n ഈവൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ n is equal to 2k എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ 3n plus 2 ഇതിൻ്റെ അകത്ത് എൻ്റെ അവിടെ 2k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3n plus 2 ഈവൻ ആണെന്ന് കിട്ടി. ഈവൻ ആണെന്ന് കിട്ടിയത് എന്തുകൊണ്ടാണ്? 3n plus 2 equal to 2 into 3k plus 1, അതായത് 2 into t എന്നുള്ളൊരു ഫോമിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3n plus 2 ഈവൻ ആണ്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? 3n plus 2 ഓഡ് ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 3n plus 2 ഈവൻ ആണെന്ന് കിട്ടി. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇത് എന്തിൻ്റെ കോൺട്രഡിക്ഷനാണ്? നമ്മുടെ അസംഷൻ്റെ കോൺട്രഡിക്ഷനാണ്. അസംഷൻ എന്താണ്? 3n plus 2 ഓഡ് ആയിരുന്നു എന്നുള്ള നമ്മുടെ അസംഷൻ്റെ കോൺട്രഡിക്ഷനാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അവിടുന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹോംവർക്കായിട്ട് തന്നിരിക്കുന്നത് ഗിവ് എ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ഓഫ് ദ തിയറം. ഇഫ് n സ്ക്വയർ ഈസ് ഈവൻ ദെൻ n ഈസ് ഈവൻ. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഷോ ദാറ്റ് അറ്റ്ലീസ്റ്റ് 4 of any 22 days മസ്റ്റ് ഫോൾ ഓൺ ദ സെയിം ഡേ ഓഫ് ദ വീക്ക്. നമുക്ക് ഒരു ആഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ 22 ദിവസങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 4 എണ്ണമെങ്കിലും സെയിം ദിവസമായിരിക്കും. അപ്പോൾ അതായത് 4 എണ്ണമെങ്കിലും ഒന്നെങ്കിലും മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, അങ്ങനെ 4 എണ്ണമെങ്കിലും ഒരു സെയിം ദിവസമായിട്ട് വരും എന്നുള്ളതാണ്.